വാർത്താ സമ്മേളനം നടത്തുകയാണ്. വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ തള്ളുകയാണ് രമേശ് ചെന്നിത്തല. വാർത്താ സമ്മേളനത്തിലേക്ക്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബ്രഹ്മപുരത്തും ഞെളിയൻപറമ്പിലും ഒരു പ്ലാന്റ് പോലും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ സർക്കാർ നൽകിയ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയാണ്. സോണ്ട ഇൻഫാക്ടെക് എന്ന് പറയുന്ന കമ്പനിക്ക് ഈ ഭൂമി കൊടുത്തു. ഈ ഭൂമി പണയപ്പെടുത്തി അവർ ലോൺ വാങ്ങിയിട്ടുണ്ടോ? ഈ ഭൂമിയുടെ യഥാർത്ഥ ഉടമ ഇപ്പോൾ ആരാണ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ് വസ്തുത. ഇതേ അവസ്ഥയിലേക്കാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ സ്ഥലങ്ങളിലായി ആരംഭിക്കുന്ന വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുടെ സ്ഥിതി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? സർക്കാരിന്റെ മുന്നിലുള്ള വേസ്റ്റ് ടു എനർജി മോഡൽ പരാജയപ്പെട്ട സ്ഥിതിക്ക് അതേ മാതൃകയിൽ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണം. നമ്മൾ ആരും വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾക്കെതിരല്ല. വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ വേണം. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഭൂമികൾ സർക്കാർ ഉടമസ്ഥയിൽ അല്ലാതെ സ്വകാര്യ കമ്പനികൾക്ക് നൽകി അവർക്കത് പണയപ്പെടുത്തി ബാങ്ക് ലോൺ തരപ്പെടുത്തിയാൽ നാളെ ഈ ഭൂമി അന്യാധീനപ്പെടുമെന്നുള്ള ആശങ്കയാണ് ഞാൻ ഇതിലൂടെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സർക്കാർ ഉടമസ്ഥയിൽ തന്നെ ഭൂമി നിലനിർത്തിക്കൊണ്ട് വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ നടത്തുന്നതിന് ഇവിടെ ആരും എതിരല്ല. ഇവിടെ ചേർത്തലയിലും മഞ്ചേശ്വരത്തുമാണ് ഇപ്പോൾ 2 പദ്ധതികൾ നടക്കുന്നത്, ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭൂമിയുടെ വില നിശ്ചയിച്ചുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിന്റെ ഒരു കുറിപ്പ് ഇറങ്ങിയുണ്ടായി. അതെന്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ പുറത്തു കൊണ്ടുവന്നതല്ല, മന്ത്രിസഭാ യോഗത്തിന്റെ കുറിപ്പിലുള്ള കാര്യമാണ്. ഇതിലെ 25/5/2022 മന്ത്രിസഭാ യോഗത്തിന്റെ നടപടിക്കുറിപ്പിൽ 18ാം ഖണ്ഡികയിൽ 10ാമത്തെ ഐറ്റമായി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ആലപ്പുഴയിലെ ചേർത്തലയിലെ വസ്തുവിന് 45 കോടിയും കാസർകോട്ടെ വസ്തുവിന് 7,35,00,000 നിർണയിച്ചതായിട്ട് ഈ ക്യാബിനറ്റ് നോട്ടിൽ പറയുകയാണ്. എന്നാൽ ഗവൺമെന്റ് തൊട്ടടുത്ത ദിവസം ഇറക്കിയ സർക്കാർ ഉത്തരവിൽ 4ാം ഖണ്ഡികയിൽ കാസർഗോഡിലെ വസ്തുവിന്റെ കമ്പോള വില 5,77,00,000 കുറച്ചിരിക്കുന്നു. 45 കോടി ഉണ്ടായിരുന്നത് ക്യാബിനറ്റ് നോട്ടിൽ വ്യക്തമായി സൂചിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ സർക്കാർ ഉത്തരവിറങ്ങുമ്പോൾ 5,77,00,000 അത് കുറച്ചിരിക്കുന്നു. ഇതെങ്ങനെ കുറയുന്നു? ഇതാരാണ് തീരുമാനമെടുത്തത്? ഇതിലെല്ലാം വലിയ ദുരൂഹത നിലനിൽക്കുകയാണ്. ക്യാബിനറ്റ് നോട്ടിൽ പറഞ്ഞ വില സർക്കാർ ഉത്തരവായപ്പോൾ എങ്ങനെ ഇങ്ങനെ ഭീമമായി കുറയ്ക്കുന്നു? ഇതാരെ സഹായിക്കാനാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് നൽകിയ കത്തിൽ പറയുന്നത് 100% സർക്കാർ ഓഹരിയുള്ള കമ്പനിയാണ് ഓക്കിൽ എന്നാണ്. ഞാനത് പരിശോധിച്ചപ്പോൾ ഇത് വാസ്തവവിരുദ്ധമാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. 51% മാത്രമാണ് ഓക്കിലെ സർക്കാരിന്റെ ഓഹരി. ഇനി ഓക്കിലിന്റെ കീഴിൽ രൂപീകരിക്കുന്ന റെസ്റ്റോപ്പ് എന്ന് പറയുന്ന കമ്പനിക്ക് 26%മേ ഉള്ളൂ. അതാണ് വസ്തുത എന്നിരിക്കെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഇതിന്റെ 100% സർക്കാർ ഓൺഡ് കമ്പനിയാണ് എന്ന വാദത്തിന് എന്തർത്ഥമാണ് ഉള്ളത്? ഇത് സംബന്ധിച്ച എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. ഏറ്റവും അടുത്തൊരു കാര്യം, ബാജി ജോർജ് ആണ് ഇതിന്റെ MD. ഈ ബാജി MD തസ്തികയിലേക്ക് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ഇത് ചെയ്തതെന്നാണ് ഈ കത്തിനകത്ത് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാജി ജോർജിനെ MD ആയി നിയമിക്കാനുള്ള ഏത് പത്രപരസ്യം അല്ലെങ്കിൽ MD നിയമിക്കാൻ വേണ്ടിയുള്ള പത്രപരസ്യം കൊടുത്തിട്ടുണ്ടോ?
ആ പത്രപരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെല്ലാം അപ്ലൈ ചെയ്തു? അവരെ ഇന്റർവ്യൂവിന് വിളിച്ചോ? ഇന്റർവ്യൂ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടോ? എത്ര പേർ അഭിമുഖത്തിൽ പങ്കെടുത്തു? ആരാണ് അഭിമുഖം നടത്തിയത്? ഇതൊക്കെ വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. സ്മാർട്ട് സിറ്റി കൊച്ചിയുടെ ഒന്നാം ഘട്ടം ബാജി ജോർജിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു യോഗ്യത. ബാജി ജോർജിനെ കമ്പനിയുടെ MD ആയി നിയമിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു യോഗ്യത സ്മാർട്ട് സിറ്റി കൊച്ചിയുടെ ഒന്നാം ഘട്ടത്തിൽ അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഉദ്ഘാടനത്തിന് ശേഷം ഈ പറയുന്ന വ്യക്തിക്ക് കമ്പനിയിൽ എന്ത് സംഭവിച്ചു എന്ന് കൂടി മുഖ്യമന്ത്രി പരിശോധിക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം അത് അന്വേഷിച്ചില്ല? ഉദ്ഘാടനത്തിന് ശേഷം ബാജി ജോർജിന് എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം എന്തുകൊണ്ട് അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല? മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കത്തിൽ ഈ സ്ഥലം പണയപ്പെടുത്താനുള്ള വ്യവസ്ഥകൾ ഇളവ് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെട്ടിപ്പും അപകടവും ഒളിഞ്ഞിരിക്കുന്നത്. ഈ ഇളവുകൾ നൽകിയ പദ്ധതി പൂർണ്ണമായും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ബ്രഹ്മപുരവും കോഴിക്കോട്ടെ ഞെളിയൻപറമ്പിലും KSIDC ഇതുപോലെ ഭൂമി കൊടുത്തിട്ട് ആ ഭൂമി പണയപ്പെടുത്തി പ്ലാന്റുകൾ നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് ഇതുവരെ പ്ലാന്റ് ഉണ്ടായിട്ടില്ല. ആ ഭൂമി ആരുടെ പേരിലാണെന്നറിയില്ല. ആ പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിൽ അതേ മോഡൽ സർക്കാർ വക ഭൂമികൾ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം കമ്പനികൾക്ക് കൊടുക്കുന്നതിന്റെ യുക്തി നമുക്ക് മനസ്സിലാകുന്നില്ല. സമാന മാതൃകയിലുള്ള ഈ പദ്ധതി സംസ്ഥാനത്തിന് ഗുണം ചെയ്യില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ റെസ്റ്റോപ്പ് എന്ന കമ്പനിയുടെ 100% ഓഹരിയും ഓക്കി ലിമിറ്റഡിന്റേതാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. അതെങ്ങനെ ആകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. റെസ്റ്റോപ്പ് കമ്പനിയിൽ 26% മാത്രമാണ് ഓക്കിയുടെ ഓഹരി. ബാക്കി 74%വും വിദേശ മലയാളികളുടെ നിക്ഷേപം ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാദം 100% സർക്കാർ ഓൺഡ് കമ്പനിയാണെന്നുള്ള വാദം അവിടെ തന്നെ പൊളിയുകയാണ്. മാത്രവുമല്ല, ക്യാബിനറ്റ് അതിന്റെ ഫയൽ പരിശോധിച്ചപ്പോൾ റവന്യൂ, ധനം, നിയമം, നോർക്ക വകുപ്പുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മന്ത്രിസഭാ കുറിപ്പിൽ ഈ അഭിപ്രായങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. അതിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ എല്ലാ വകുപ്പുകളും എതിർപ്പുകളാണ് ഈ കാര്യത്തിൽ പ്രകടിപ്പിച്ചത് എന്ന് വളരെ വ്യക്തമാണ്. ഓക്കിൽ, റെസ്റ്റോപ്പ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് തുടങ്ങിയ വിവിധ കമ്പനികൾ രൂപീകരിച്ചാൽ ഭാവിയിൽ ഗുരുതരമായ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഈ വകുപ്പുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ ആശങ്കകളെയും ഒബ്ജക്ഷനുകളെയും മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വഴിയോര വിശ്രമ കേന്ദ്രം നടത്താനുള്ള തീരുമാനമെടുത്തത്. വാസ്തവത്തിൽ ഇത് ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു? സർക്കാരിൽ ഭൂമി നിക്ഷിപ്തമാക്കിക്കൊണ്ട് വിവിധ വകുപ്പുകൾ തമ്മിൽ കൂടിയാലോചന നടത്തി ആരംഭിക്കേണ്ട ഒരു പദ്ധതി, സുതാര്യമായി നടപ്പാക്കേണ്ട ഒരു പദ്ധതി, സിൽക്ക്, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ്, ഓട്ടോകാസ്റ്റ് തുടങ്ങിയ പദ്ധതി, GST, ഈ പദ്ധതി അവരുടെ കൈകളിലുള്ള ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്ന തരത്തിൽ ഈ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിൽ നിഗൂഢമായ ഉദ്ദേശങ്ങളും അഴിമതിയുമുണ്ട് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. GST വകുപ്പിന്റെ ഭൂമി ഏറ്റെടുക്കാൻ അവരുടെ അനുമതി ഇതുവരെ തേടിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം അടിമുടി ദുരൂഹതയാണ് ഈ വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഇത് ആകർഷകമായ ഒരു പദ്ധതിയാണെന്ന് നമുക്ക് തോന്നും. പിണറായി ഗവൺമെന്റിന്റെ ഒന്നാം ഗവൺമെന്റ് കാലത്ത് ഇതേ രീതിയിലായിരുന്നു ഓരോ തട്ടിപ്പും നടന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആവിഷ്കരിച്ച ഈ പദ്ധതി വന്നപ്പോൾ തന്നെ ഞാനിതിനെ ശക്തമായി എതിർത്തതാണ്.
അതുകൊണ്ട് അന്നത് നടപ്പാക്കാതെ പോയി. അന്ന് സർക്കാർ ഭൂമിയുടെ കസ്റ്റോഡിയൻ റവന്യൂ വകുപ്പാണെന്നും ഇത്തരമൊരു പദ്ധതി റവന്യൂ വകുപ്പ് അറിഞ്ഞില്ലെന്നും അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ ഓർക്കുകയാണ്. 23/7/2020 56/2020 പൊതുമരാമത്ത് വകുപ്പാണ് അന്ന് 14 സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ നമ്മുടെ പാതകളുടെ 15 പ്രധാന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ഉള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്. ഓരോ സ്ഥലങ്ങളിലും 1 ഏക്കർ ഭൂമി വീതം വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾക്ക് നൽകാനാണ് അന്ന് തീരുമാനമെടുത്തത്. എന്നാൽ അവിടെ റവന്യൂ വകുപ്പ് ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുകയുണ്ടായി. ഭൂമിയുടെ യഥാർത്ഥ ഉടമ റവന്യൂ വകുപ്പാണെന്നും ഞങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇറക്കിയ ഉത്തരവ് ഞങ്ങൾക്കറിയില്ല എന്നും അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ഫയലിൽ കുറിക്കുകയും വ്യക്തമാക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. സർക്കാർ ഭൂമിയിലുള്ള ഒരു ക്രയവിക്രയവും റവന്യൂ വകുപ്പ് അറിയാതെ നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് 1/6/2019 റവന്യൂ വകുപ്പ് അന്നൊരു ഉത്തരവും ഇറക്കുകയുണ്ടായി. അപ്പോൾ ആ ഉത്തരവ് നിലനിൽക്കുമ്പോൾ ആണ് റവന്യൂ വകുപ്പ് ഇത്തരത്തിലൊരു PWD വകുപ്പ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. പൊതുമരാമത്ത് വകുപ്പ് ചട്ടങ്ങൾ പാലിക്കാതെയും നിയമങ്ങൾ പാലിക്കാതെയും ഭൂമിയുടെ ക്രയവിക്രയത്തെ സംബന്ധിച്ചുള്ള റവന്യൂ വകുപ്പിന്റെ അനുമതി ആരായുകയും ചെയ്യാതെ നടത്തിയത് തെറ്റാണ് എന്ന് അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ഫയലിൽ കുറിക്കുകയും ചെയ്തു. ഞാൻ അത് സംബന്ധിച്ച് 24/8/2020 നിയമസഭയിൽ ഈ കാര്യം ഉന്നയിച്ചപ്പോൾ ടെൻഡർ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ ജി സുധാകരൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഈ പദ്ധതി മാറ്റി നോർക്ക രംഗത്ത് വന്ന് 23/9/2020 503/2020 നോർക്ക വകുപ്പ് ഇറക്കിയ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പുതിയ പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. ഇപ്പോഴും റവന്യൂ വകുപ്പിന്റെ അനുമതി ഈ കാര്യത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം സംശയാസ്പദമായ ഒന്നാണ്. അപ്പൊ ഞാൻ അന്നിത് വിവാദപരമായി ഉന്നയിച്ചപ്പോൾ അന്ന് അത് മരവിപ്പിച്ചു. ഇപ്പൊ വേറൊരു രീതിയിൽ അത് കൊണ്ടുവരികയും സർക്കാർ വക ഭൂമികൾ ഇതുപോലെ ഭാവിയിൽ അന്യാധീനപ്പെടാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇന്നിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഞങ്ങളാരും വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾക്കെതിരല്ല. കേരളത്തിലെ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. യാത്രക്കാർക്കും ടൂറിസ്റ്റുകൾക്കും ഏറ്റവും അനിവാര്യവുമാണ്. പക്ഷേ സർക്കാർ വക ഭൂമികൾ പണയപ്പെടുത്തി ലോണെടുത്ത് ഇത്തരം പദ്ധതികൾ നിറവേറ്റാൻ വേണ്ടി സർക്കാർ അനുമതി കൊടുക്കുമ്പോൾ ആ ഭൂമി ഭാവിയിൽ അന്യാധീനപ്പെടാനും അഴിമതിക്ക് വഴിതെളിക്കാനും സഹായകമാകും എന്നതുകൊണ്ടാണ് ഗവൺമെന്റിനോട് ഈ കാര്യം പുനഃപരിശോധിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. നേരത്തെ ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾ ഈ ആശങ്കകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്ന് ഈ പദ്ധതി നിർത്തിവെക്കുകയുണ്ടായി. ഇന്ന് മറ്റൊരു രൂപത്തിൽ നോർക്കയെ ഇടപെടുത്തിക്കൊണ്ട് വിദേശ മലയാളികളുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടെ വരും എന്ന് പറഞ്ഞ് ആ ഒറ്റ നോട്ടത്തിൽ കേട്ടാൽ ആകർഷകമാകും എന്ന നിലയിൽ ഈ പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പൊ ഈ പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഒരു കാര്യം ഗവൺമെന്റ് 100% ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിൽ നിക്ഷിപ്തമാക്കണം. ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഉത്തരവും ക്യാബിനറ്റ് തീരുമാനവും അനുസരിച്ച് ഈ ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമല്ല. ഈ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് പണയപ്പെടുത്തി ലോൺ എടുത്ത് നാളെ ഈ ലോൺ തിരിച്ചടക്കുന്നില്ല എങ്കിൽ ബാങ്ക് ഈ ഭൂമിയിൽ ജപ്തി ചെയ്യും. സ്വാഭാവികമായ നടപടിയാണ്. അപ്പോൾ സർക്കാർ ഭൂമികൾ ഇത്തരത്തിൽ അന്യാധീനപ്പെട്ടു പോവുകയും അഴിമതിക്ക് വഴിതെളിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ശക്തമായി നമ്മൾ എതിർക്കുന്നത്. മുഖ്യമന്ത്രി എനിക്ക് നൽകിയ കത്താണിത്. ഈ കത്തിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ പകുതിയോളം അദ്ദേഹം സമ്മതിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് റീകൺസിഡർ ചെയ്യണം. സർക്കാരിന്റെ ഭൂമി അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനുള്ള
എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പൊ 2 സ്ഥലത്താണ്. ഒന്ന് ചേർത്തലയിൽ ഈ GST വകുപ്പിന്റെ കീഴിലുള്ള ഭൂമി, അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത്, ഈ 2 സ്ഥലത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതെ, അവിടെയാണ്, അതെ, ആ ഭാഗത്താണ്. മറ്റ് 14 സ്ഥലങ്ങൾ ഇവർ പറയുന്നുണ്ട്. അത് ഗവൺമെന്റ് ഇറക്കിയ ഒരു ഉത്തരവിൽ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം താലൂക്കിൽ ഹൊസബെട്ടു ബങ്കരം മഞ്ചേശ്വരം ഗ്രൂപ്പ് വില്ലേജ്, അവിടെ ബങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ്, തലപ്പാടി അതിർത്തിയിലാണ്. അതുപോലെ തന്നെയാണ് ഈ GST വകുപ്പിന്റെ കൈവശമുള്ള 22 ഏക്കർ ഭൂമി ചേർത്തലയ്ക്കടുത്തുള്ളത്. ഇതുപോലെ 14 സ്ഥലത്ത്, ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, 14 സ്ഥലത്ത് ഇതുപോലെ സ്ഥാപിക്കാൻ പറ്റും. നമ്മളിത് സ്ഥാപിക്കുന്നതിനെതിരല്ല, ഇതെല്ലാം ഗവൺമെന്റ് ഭൂമിയാണ്. ഈ ഭൂമികൾ പണയപ്പെടുത്താനുള്ള അവകാശം ഇവർക്ക് കൊടുത്താൽ ഇവരിതെടുത്ത് ലോൺ എടുക്കാൻ അവകാശം കൊടുത്തിട്ടുണ്ട്. ബാങ്കിൽ പണയപ്പെടുത്തി ലോൺ എടുത്ത് സ്ഥാപനം ആരംഭിക്കാനാണ്. അങ്ങനെ എടുക്കുന്ന ലോൺ തിരിച്ചടയ്ക്കുന്നില്ല എങ്കിൽ എന്തുണ്ടാകും? ബാങ്കിന്റെ നടപടിക്രമങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകും. ഭൂമി ജപ്തി നടപടി ഉൾപ്പെടെ ഉണ്ടാകും. ഞാൻ 2 ഉദാഹരണങ്ങൾ ഈ മോഡലിനെ ചൂണ്ടിക്കാണിച്ചതാണ്. ബ്രഹ്മപുരവും ഞെളിയൻ പറമ്പും. 2 സ്ഥലത്തും ഇതുപോലെ KSFDC ഭൂമി കൊടുത്തതാണ്. ആ ഭൂമി പണയപ്പെടുത്താണ് ഇവർ ലോൺ എടുക്കുന്നത്. ഒരിടത്തും പ്ലാന്റ് സ്ഥാപിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഇപ്പോഴാ ഭൂമി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാകുമല്ലോ. അപ്പൊ ഇത്തരം ഒരു മോഡൽ കേരളത്തിന് ഗുണകരമല്ല. ഇത് ഭൂമി കച്ചവടമാണ്, ഇത് അഴിമതിയാണ്. ഇത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് അവിടെ MD നിയമനം ഉണ്ടായിരിക്കുന്നത്. ആ MD നിയമനത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹം ഇതുപോലെ സ്മാർട്ട് സിറ്റിയുടെ MD നടത്തിപ്പുകാരനായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ വെക്കുന്നതിന് എന്താ തെറ്റെന്നാണ്. നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെയാണോ ഒരാളെ നിയമിക്കേണ്ടത്? അപ്പൊ ഇതേ സംബന്ധിച്ചുള്ള ഗവൺമെന്റ് വസ്തുതകൾ വ്യക്തമാക്കണം. 100% ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിൽ വെസ്റ്റ് ചെയ്യണം. ആ നിലയിൽ മാത്രമേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാവൂ. അല്ലായെങ്കിൽ ഒരു വലിയ തോതിലുള്ള അഴിമതിക്ക് ഇത് വഴിതെളിക്കും. ഇതിനകത്ത് പരിശോധിച്ചപ്പോൾ 14 സ്ഥലങ്ങളിലാണ്, കേരളത്തിലെ കണ്ണായ ഭൂമികളാണ് ഈ 14 സ്ഥലങ്ങളിലും ഇതുപോലെ കൊടുക്കാനുള്ളത്. രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. വഴിയോര വിശ്രമ കേന്ദ്രം പദ്ധതി വഴി സർക്കാരിന്റെ ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തന്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഈ സ്ഥലം തട്ടിയെടുക്കൽ അത് സ്ഥിരീകരിക്കുന്നതാണ് എന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. അടിമുടി ദുരൂഹതയും അഴിമതിയുമാണ് ഈ പദ്ധതിയിൽ നടക്കുന്നത്. MDയുടെ നിയമനം എങ്ങനെ ഉണ്ടായി എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സോൺട്ര ഇൻഫ്രാടെക്കിന് ഭൂമി നൽകിയതിന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുന്നു. സമാനമായ സ്ഥിതി തന്നെയാണ് ഇതിന് എന്ന് ആരോപിക്കുന്നു. സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യമാണ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത്. തന്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഈ ഭൂമി തട്ടിപ്പ് സ്ഥിരീകരിക്കുന്നതാണ് എന്നും അദ്ദേഹം ആരോപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനമാണ് തത്സമയം കണ്ടത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.